മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും മതം പറഞ്ഞ് വോട്ട് പിടിച്ച് പള്ളി പറഞ്ഞ് വോട്ട് പിടിച്ചതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ന്യൂനപക്ഷ വർഗീയത തിമിർത്താടിയതാണ് എന്നൊക്കെ പറഞ്ഞതിന്റെ തുടർച്ചയായിട്ടാണ്. അപ്പൊ ഇത് രാകേഷ് ഈ പറഞ്ഞതിന്റെ അർത്ഥം, രാകേഷ് ഒരുപക്ഷെ പ്രത്യക്ഷത്തിൽ അത് പിന്നെ ഞങ്ങൾ ഹിന്ദു വോട്ട് ബാങ്കിന്റെ ആളാണ്, അല്ലെങ്കിൽ CPM എന്ന് പറയുന്നത് ഒരു ഹിന്ദു പാർട്ടിയാണ് എന്ന നിലയിൽ ആളുകൾ മനസ്സിലാക്കിക്കോട്ടെ എന്ന് പറഞ്ഞതാവണമെന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പറഞ്ഞു വരുന്നത് ഉള്ളിലുള്ള യഥാർത്ഥ വസ്തുതയാണ്. അതാണ് അത് പുറത്തു വരുമ്പോഴാണ് മനസ്സിലാവുന്നത് അതിൻ്റെ നിറം ഇതാണ് എന്നുള്ളതാണ്. അല്ലാതെ ഒരാൾ പച്ചയ്ക്ക് CPM-നെ കുറിച്ച് CPM-ന്റെ ഒരു ജില്ലാ സെക്രട്ടറി അങ്ങനെ പറയും നമുക്ക് വിചാരിക്കാൻ കഴിയില്ലല്ലോ. പക്ഷേ ഉള്ളിൽ നിന്ന് വരുന്നത് ഇതാണ്. കാരണം വെച്ചാൽ ഉള്ളിൽ അതാണ് ഉള്ളത്, അത് നിറച്ചു വച്ചിരിക്കുകയാണ്, ആ വിചാരം നിറച്ചു വച്ചിരിക്കുകയാണ്. നമ്മൾ എന്ന് പറയുന്നത് ഈ ഹിന്ദുക്കൾ ഉൾപ്പെട്ട ആ മെജോറിറ്റേറിയൻ സങ്കല്പത്തിൽ തന്നെയാണ് ഇപ്പോഴും അവർ നിൽക്കുന്നത്. ഒന്ന് ആലോചിക്കേണ്ടത്, ആ പാർട്ടിയോടൊപ്പം നിൽക്കുന്ന മുസ്ലിം മതവിശ്വാസികളായിട്ടുള്ള ആളുകളുടെ എപ്പോഴും ഇവർ പറയുമല്ലോ, വിശ്വാസികളെ ഞങ്ങൾ കൂടെ നിർത്തും, വിശ്വാസികളെയും കൂടി ചേർത്ത് നിർത്തിക്കൊണ്ട് മാത്രമേ വർഗീയതയെ നേരിടാൻ കഴിയുള്ളൂ എന്നൊക്കെ വലിയ ഘോരഘോരം പ്രസംഗിക്കുന്ന ആൾക്കാരാണ്. അവിടെ കൂടെ നിൽക്കുന്ന അവരുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. എന്തുമാത്രം അവഹേളിതരാണ് അവർ ഈ പറയുന്ന പ്രസ്താവന കൊണ്ട് മാത്രം എന്ന് ആലോചിച്ച് നോക്കൂ. ഒരൊറ്റ പ്രസ്താവന കൊണ്ട്, KK രാഗേഷിന്റെ ഇന്നത്തെ പ്രസ്താവന കൊണ്ട് മാത്രം ആ സഖാക്കൾ, ആ CPM-നകത്തുള്ള മുസ്ലിം മതവിശ്വാസികളായ സഖാക്കൾക്കുണ്ടാകുന്ന അപമാനവും അവഹേളനവും എത്രത്തോളമാണ്. അത് അവർ ചിന്തിക്കേണ്ടതാണ്, ഈ പാർട്ടി ചിന്തിക്കേണ്ടതാണ്. KK രാഗേഷിനെതിരെ അല്പമെങ്കിലും ഈ പാർട്ടിക്ക് മതനിരപേക്ഷതയോട് കൂറുണ്ടെങ്കിൽ അവർ നടപടിയെടുക്കേണ്ടതാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അത്രയ്ക്ക് എന്താ പറയുക, ഗ്ലെയറിംഗ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ഈ നമ്മൾ പിന്നെ കുറേ കാലമായിട്ട് CPM പിന്തുടരുന്ന ഈ നിലപാടിനെ കുറിച്ച്, സോഫ്റ്റ് ഹിന്ദുത്വ നിലപാടിനെ കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് പറയും. അപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് എന്താണ്? അല്ല, അതിനകത്ത് ഇതൊരു ഇലക്ഷൻ സ്ട്രാറ്റജിയാണ്, ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രം എന്ന നിലയിലോ അല്ലെങ്കിൽ ഒരു അടവ് എന്ന നിലയിലോ ഒക്കെ ഇങ്ങനെ കാണിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എന്താ പറയുക, ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അവരുടെ നിലപാട് മാറും, അല്ലെങ്കിൽ പോട്ടെ, പൊതുവായി തന്നെ ഒരു ബേസിക്കലി അവരുടെ നിലപാടിൽ അങ്ങനെയൊന്നും കാണില്ല എന്നുള്ളത്. പക്ഷെ ഞാൻ ഉറപ്പ് പറയാം, CPM-ന്റെ ഒരു നേതാക്കൾ, ഒരു നില വരെയുള്ള നേതാക്കളെ ഒരു കാര്യമായി തന്നെ ഒന്ന് ഓഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരിൽ മിക്കവരിലും ഈ ചിന്ത ഉണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമാവും എന്നുള്ളതാണ്. അവരിൽ മിക്കവരിലും ഈ ചിന്തയുണ്ടെന്ന് ഞാൻ നമുക്കിപ്പോൾ എന്താ വെച്ചാൽ, നമ്മൾ മുതിർന്ന നേതാക്കളുമായിട്ട് അവരെ ഡിസെക്ട് ചെയ്ത് നോക്കാനോ ഒന്നും നമ്മൾ പോകുന്നില്ല. പക്ഷേ നമ്മളുമായിട്ട് ഇടപെടുന്ന ധാരാളം സഖാക്കൾ വരുന്ന ഒരു ഏരിയ ഉണ്ട്. അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ സംസാരിക്കുന്ന ആളുകളുടെ ഈ അവർ കൺസെപ്റ്റൊക്കെ വരുന്നത് അവരുടെ സംസാരത്തിൽ യാദൃച്ഛികമായിട്ടേക്ക് വരികയാണ്. അതെന്താണെന്ന് വെച്ചാൽ അത്രയധികം ഉള്ളിൽ ഉറച്ച ഒരു സംഗതി ആയതുകൊണ്ടാണ് ഇത് വരുന്നത്. നമ്മളിപ്പോൾ അവരെ ആയാലും നമ്മൾ കൂടെ കൂട്ടണ്ടേ എന്ന മട്ടിലുള്ള ഒരു എന്താ പറയുക, ഒരു അതർ സങ്കല്പം അതിങ്ങനെ എപ്പോഴും മനസ്സിൽ വരികയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് എത്രത്തോളം പിന്നെ എന്താ പറയുക, വളരെ കണക്കുകൂട്ടിയുള്ള വളരെ കുലങ്കഷമായ ആലോചനയിലൂടെ ഈ പാർട്ടി ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെങ്കിൽ അത് തിരുത്താൻ എത്ര കണ്ട് അവർ ശ്രമിക്കുന്നുണ്ടോ അത്രയും മാത്രമേ ആ പാർട്ടിക്ക് ഈ സമൂഹത്തിൽ പ്രസക്തി ഉണ്ടാവുകയുള്ളൂ. കേരളീയ സമൂഹം ഒരു തവണ ഇവർക്ക് തെരഞ്ഞെടുപ്പിലൂടെ, ബാലറ്റിലൂടെ ഇവർക്ക് ഒരു മുന്നറിയിപ്പ് കൊടുത്തു കഴിഞ്ഞു. ഇനിയും ഇത് തന്നെയാണ് തുടരാൻ പോകുന്നതെങ്കിൽ പാർട്ടിയുടെ അവസാനമായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം.